ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട അഭിനവ ദമ്പതിമാരെ, നമ്മളിന്ന് ദാമ്പത്യം ഒരു സമ്പൂർണ്ണ സമർപ്പണം എന്ന വിഷയം ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്. 2 ക്ലാസ്സായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമെന്നും നിങ്ങൾക്കത് ഗുണപ്പെടുമെന്ന് ഞാൻ കരുതുന്നത്. ഒരു കൊച്ചു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. ചെറിയ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഉത്തരം പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ദൈവം ഭൂമിയിൽ ആദത്തെ സൃഷ്ടിച്ചു. നമ്മൾ കൊച്ചു നാൾ തൊട്ട് കേട്ടിട്ടുള്ള ദൈവം ഭൂമിയിൽ ആദത്തെ സൃഷ്ടിച്ചു. അപ്പോൾ അച്ഛൻ്റെ ചോദ്യം ആദം ദൈവത്തിൻ്റെ ആരാണെന്ന. ഇത് സത്യം പറഞ്ഞാൽ പണ്ടൊരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ദർ ഇസ് എ ഷിപ്പ് ഇൻ ദ സീ, വാട്ട് ഇസ് ദ ക്യാപ്റ്റൻ, ഹു ഇസ് ദ ക്യാപ്റ്റൻ? അതൊക്കെ വട്ടാണെന്ന് ആദ്യം ഞാൻ ഓർത്ത് പോയി. ദർ ഇസ് എ ഷിപ്പ് ഇൻ ദ സീ, വാട്ട് ഇസ് ദ ക്യാപ്റ്റൻ, ഹു ഇസ് ദ ക്യാപ്റ്റൻ? പിന്നീടാണ് മനസ്സിലായത് ദർ ഇസ് എ ഷിപ്പ് ഇൻ ദ സീ, WATT, വാട്ട് ഇസ് ദ ക്യാപ്റ്റൻ, ഹു ഇസ് ദ ക്യാപ്റ്റൻ, വാട്ട് ഇസ് ദ ക്യാപ്റ്റൻ? മനസ്സിലായില്ലേ? കടലിലൊരു കപ്പലുണ്ട്, വാട്ട് WATT, വാട്ടാണ് ക്യാപ്റ്റൻ. ആരാണ് ക്യാപ്റ്റൻ? വാട്ട് എന്ന് പറഞ്ഞതുപോലെയുള്ള ചോദ്യമായത്. ദൈവം ഭൂമിയിൽ ആദത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ആദം ദൈവത്തിൻ്റെ ആരാണ്? സൃഷ്ടി എന്ന് കരം ഉയർത്തി പറഞ്ഞാട്ടെ. എന്നാൽ ഏറ്റവും പുതിയ ദൈവശാസ്ത്രം പറയുന്നത് കേവലം സൃഷ്ടി അല്ല എന്ന. അതാണ് ഏറ്റവും വലിയൊരു ബൈബിൾ കാഴ്ചപ്പാട്. ഏറ്റവും പുതിയ ദൈവശാസ്ത്രം പറയുന്നത് ആദം ദൈവത്തിൻ്റെ കേവലം സൃഷ്ടി അല്ല എന്നാ. ഇത് ചുമ്മാ പറയുന്നൊന്നുമല്ല. ഏറ്റവും പുതിയ ദൈവശാസ്ത്രം അതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. നമ്പർ 1, ആദം ദൈവത്തിൻ്റെ കാലേ വീണ് കാലുപിടിച്ച് ധൂപവും ദീപവും അർപ്പിച്ച് ദൈവമേ സ്തോത്രം ആരാധന എന്ന് പറഞ്ഞ് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒരിക്കലും ആദം ബലി അർപ്പിക്കുന്നത് നിങ്ങൾ ഉൽപ്പത്തിയുടെ താളുകൾ മറിച്ച് കീറി നോക്കിയാലും കാണില്ല. ബൈബിൾ ഒന്ന് പഠിച്ചു നോക്കിയാട്ടെ. ആദം മാത്രം ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് കാണത്തില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ആദം ഒഴികെ സകല മനുഷ്യരെയും പ്രധാനപ്പെട്ടവരൊക്കെ ബലിയർപ്പിക്കുന്നതായി കാണും. ആദം മാത്രം ദൈവത്തിന് ബലിയർപ്പിച്ചതായി കാണുന്നില്ല. അതിൽ നിന്ന് ദൈവശാസ്ത്രം പറയുന്നത് ആദം ദൈവത്തിൻ്റെ ഒരു കേവലം സൃഷ്ടി അല്ല എന്ന. 2ാമത്തെ കാര്യം, സായന്തനങ്ങളിൽ ആദം ദൈവത്തിൻ്റെ ചെറുവിരൽ മുകർന്ന് ചെറുവർത്തമാനം പറഞ്ഞു ഏദൻ്റെ ഉദ്യാനത്തിലൂടെ ഉലാത്തുമായിരുന്നു. ഏദൻ്റെ ഉദ്യാനത്തിലൂടെ കമിതാക്കൾ നടക്കുന്നത് പോലെ ഒരു റൊമാൻറ്റിക് മൂഡാണ് ഇത്. അച്ഛൻ പറയുന്നതല്ല, ദൈവശാസ്ത്രം ഏറ്റവും പുതിയ മോസ്റ്റ് മോഡേൺ ദൈവശാസ്ത്രം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബൈബിളിലെ ഈ ഇമേജറി, ഏത് ഇമേജറി? ആദം ദൈവത്തിൻ്റെ വിരൽ പിടിച്ച് ആദവും ദൈവവും 2 മനുഷ്യരെ പോലെ, പങ്കാളികളെ പോലെ, കമിതാക്കളെ പോലെ ഏദൻ്റെ ഉദ്യാന വഴികളിലൂടെ സായന്തനങ്ങളിൽ ചെറുവർത്താനം പറഞ്ഞ് നടക്കുമായിരുന്നത്രേ. ഇത് സത്യത്തിൽ ബീച്ചിൽ പോവുക, സായന്തനത്തിൽ പോവുക, ചെറുവർത്താനം പറയുക, കയ്യെ പിടിച്ച് നടക്കുക, ഇതൊക്കെ ഒരു റൊമാൻറ്റിക് മൂഡല്ലേ? അല്ലേ? നിങ്ങൾക്ക് റൊമാൻസ് ഒന്നും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു റൊമാൻറ്റിക് മൂഡല്ലേ അത്? ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ബൈബിൾ പറയുന്നത് ആദത്തെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ കാലേ വീഴുന്ന, തനിക്ക് വെറുതെ ബലിയർപ്പിക്കുന്ന കേവലം ഒരു സൃഷ്ടിയുടെ സ്ഥാനത്തല്ല. പിന്നെയോ ആദത്തെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ ഹൃദയ പങ്കാളിയുടെ സ്ഥാനത്താണെന്നാണ്. എനിക്ക് ഏതാണ്ട് ഉറപ്പാണ് ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു ദൈവശാസ്ത്ര വീക്ഷണം നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല, കേൾക്കാൻ സാധ്യതയുമില്ല. മാർപ്പാപ്പയുടെ, ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ഏറ്റവും പുതിയ ദൈവശാസ്ത്ര പരിചിന്തനങ്ങളിൽ ഒന്നായത്. അദ്ദേഹത്തിൻ്റെ ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന പുസ്തകത്തിലാണ്, സ്നേഹവും ഉത്തരവാദിത്വം എന്ന പുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്ന ചില ദർശനങ്ങളുടെ അറ്റമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിതുവരെ കേട്ട കാര്യം എന്താണ്? ആദം ദൈവത്തിൻ്റെ കേവലം സൃഷ്ടി അല്ല. നിങ്ങളിനി അങ്ങനെ കാണരുത്. പകരം ദൈവം ആദത്തെ തൻ്റെ ഹൃദയ പങ്കാളിയുടെ, പാർട്ട്ണറുടെ സ്ഥാനത്താണ് സൃഷ്ടിച്ചത്. എന്ന് പറയുമ്പം ദൈവവും ആദവും തമ്മിൽ ഇടയ്ക്കൊരു ലൈംഗികതയുടെ ചിന്ത വരല്ല, അങ്ങനത്തെ അർത്ഥത്തിലില്ല. തൻ്റെ ഹൃദയത്തിൻ്റെ പങ്കാളി, തൻ്റെ ഹൃദയ പങ്കാളിയുടെ സ്ഥാനത്ത് ആദത്തെ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവമോ മാറി മറഞ്ഞ് അത്തിമരങ്ങളുടെ ഇലകളുടെ അടിയിൽ നിന്ന്, മറവിൽ നിന്ന്, തിരിവിൽ നിന്ന് നോക്കി, എൻ്റെ ആദം, ഹൃദയ പങ്കാളിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ ആദം, ഈസ് ഹി ഹാപ്പി, സന്തോഷവാനാണോ? അപ്പോൾ ദൈവം നോക്കിയപ്പോഴുണ്ട് ഈ ആദം പെരുമ്പാമ്പിൻ്റെ വാലെ പിടിച്ച് കഴുത്തിൽ മാല പോലെ ചുറ്റുന്നുണ്ട്, കഴുകൻ്റെ ചിറകെ പിടിച്ച് പറക്കുന്നുണ്ട്, സിംഹത്തിൻ്റെ ജട പിടിച്ച് വലിക്കുന്നുണ്ട്. അവിടെയൊക്കെ അവൻ ഹാപ്പിയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭാരം കിടക്കുന്നു. എന്താണെന്നറിയാവോ? ദൈവം ആദത്തെ പങ്കാളിയാക്കിയെങ്കിലും, മനുഷ്യനെ പങ്കാളിയുടെ സ്ഥാനത്ത് സൃഷ്ടിച്ചെങ്കിലും, ഈ പാവപ്പെട്ട മനുഷ്യന് സമയത്തിലും കാലത്തിലും, സ്പേഷ്യോ ടെമ്പറൽ ബീയിങ്, കാലത്തിലും സമയത്തിലും അടയ്ക്കപ്പെട്ട മനുഷ്യന് ദൈവത്തെ പങ്കാളിയായി കണ്ട് സന്തോഷിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കിത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്കൊരു ഫോൺ വന്നിരിക്കട്ടെ. ഒരു ഫോൺ കോൾ വന്ന് ഇംഗ്ലീഷിലാണ് സംസാരം. അപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ ഇച്ചിരി പാടല്ലേ.
ഈസ് ഇറ്റ് ഫാദർ ഷാജി എന്ന് ചോദിച്ചപ്പം ഞാൻ തട്ടിമുട്ടിയ ഫാദർ ഷാജി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ആലപ്പുഴക്കാരനൊരു കൂട്ടുകാരുണ്ട് എനിക്ക്, അവൻ ഇതുപോലെ തന്നെ ഇംഗ്ലീഷിൽ വിളിച്ച് നമ്മളുള്ള ഇംഗ്ലീഷെല്ലാം വാരി വലിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അച്ഛാ റോയിയാന്ന് എന്ന് പറഞ്ഞ് ചിരിക്കും. അപ്പോൾ നമ്മളങ്ങ് ബ്ലീച്ചടിച്ച് പോകും. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തി റോയിയോ വല്ലതും ആണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചിട്ട് റോയി അല്ല, പക്ഷേ ഇറ്റാലിയൻ കലർന്ന ഇംഗ്ലീഷാണ്. ഇറ്റാലിയൻ കലർന്ന ഇംഗ്ലീഷിൽ ഈസ് ഇറ്റ് ഫാദർ ഷാജി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഒടുവിൽ ഞാൻ പറഞ്ഞു ഐ ആം ഫാദർ ഷാജി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിരിക്കട്ടെ, മറു സൈഡിൽ നിന്നും ഐ ആം കാർഡിനൽ ആഞ്ചലോ സ്കോളോ. അപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോവും. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ, ഇത്തവണ മാർപ്പാപ്പയാകുമെന്ന് മാധ്യമങ്ങൾ ഉറപ്പ് പറഞ്ഞ് 10 പേരിൽ ഏറ്റവും അധികം സ്വാധീനവും ഏറ്റവും അധികം പ്രോബബിലിറ്റി സാധ്യത പറഞ്ഞ കർദിനാളാണ് ആഞ്ചലോ സ്കോളോ. അപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോവും. അപ്പോൾ കർദിനാൾ പറഞ്ഞെന്നിരിക്കട്ടെ, ഫാദർ ഷാജി പ്ലീസ് ഹോൾഡ് ഓൺ, ഫോൺ കൈ പിടിക്കേ, ഐ എം ഗിവിംഗ് ദ ഫോൺ, പാസിംഗ് ദ ഫോൺ ടു പോപ്പ് ബെനഡിക്റ്റ് പിതാവിന് കൊടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അടിച്ചു കുത്തി താഴെ വീണ് പോകും. കാരണം എന്നാ പിതാവിനോട് സംസാരിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ഡിസ്പാരിറ്റി കിടക്കുക. മാർപ്പാപ്പയാര്, ദൈവമാരെന്നൊരു, മാർപ്പാപ്പയാര്, ഞാൻ ആര് എന്നൊരു വ്യത്യാസം കിടക്കുക. ദൈവത്തിന് മനസ്സിലായി ആദത്തിന് ചങ്കും കരളും സ്നേഹവും സ്നേഹവായ്പവും സ്വർഗരാജ്യവും പറുദീസയും ഏതിനും കൊടുത്താലും ഈ കാലത്തിൻ്റെ ഈ സമയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആദത്തിന് ഹൃദയ പങ്കാളിയായി ദൈവത്തെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം ഒരു തീരുമാനമെടുത്തു, ഭൂമിയിൽ മനുഷ്യന് ചേർന്ന ഇണയല്ല ഞാൻ, അതുകൊണ്ട് ഞാൻ അവന് ചേർന്ന ഇണയെ നൽകും. അതുകൊണ്ട് ഞാൻ അവന് ചേർന്ന ഇണയെ നൽകും. ഇത്രയും വാരി വലിച്ച് ഞാൻ പറഞ്ഞത് എന്നാണെന്ന് പ്രിയപ്പെട്ട അഭിനവ ദമ്പതിമാരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുക എന്നാ ഞാൻ പറഞ്ഞെന്ന്? സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മിനി, എൻ്റെ ടോണി ദൈവത്തിൻ്റെ പകരക്കാരിയാണ്. എൻ്റെ പരമ പങ്കാളി ദൈവമാണ്. നിങ്ങൾ ഈ 2 കാര്യം ഈ ആദ്യത്തെ 5-6 മിനിറ്റിനുള്ളിൽ പഠിച്ചിരിക്കണം. ഒന്ന്, ടോണിയുടെയും മിനിയുടെയും ഫാദർ ഷാജിയുടെയും സിസ്റ്റർ റോസിൻ്റെയും സുവിശേഷ പ്രസംഗകൻ്റെയും സകല മനുഷ്യരുടെയും പരമ പങ്കാളി, അൾട്ടിമേറ്റ് പാർട്ട്ണർ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവമാണ്. പക്ഷെ ദൈവത്തെ പങ്കാളിയാക്കാൻ നമുക്ക് ഭൂമിയിൽ എളുപ്പമല്ല. അതുകൊണ്ട് കയ്യെത്തും ദൂരത്തും കണ്ണെത്തും ദൂരത്തും കെട്ടിപ്പിടിക്കാവുന്ന, മുത്തിച്ചമപ്പിക്കാവുന്ന, സ്നേഹിക്കാവുന്ന, ലാളിക്കാവുന്ന, സമയത്തിലും കാലത്തിലുമുള്ള ഒരു പങ്കാളിയെ ദൈവം തനിക്ക് പകരം തരുകയാണ്. ഈ 2 കാര്യം നിങ്ങൾ മറക്കരുത്. എൻ്റെ മനുഷ്യൻ്റെ പരമ പങ്കാളി ദൈവമാണ്. ഏത് ജാതിക്കാരനായിരുന്നാലും മനുഷ്യൻ്റെ പരമ പങ്കാളി ദൈവമാണ്. ദൈവത്തെ പങ്കാളിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം തനിക്ക് പകരമായി തരുന്നതാണ് എൻ്റെ കയ്യെത്തും ദൂരത്തും കണ്ണെത്തും ദൂരത്തുമുള്ള എൻ്റെ പങ്കാളി. ഈ 2 കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഉറപ്പിച്ചു വെക്കണം. നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ കൃപ ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വത്സല്യമുള്ളവരെ, ഇത് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ജോൺ പോൾ 2 മാർപ്പാപ്പ, ഈ ലോകം കണ്ട ജീനിയസ് മാർപ്പാപ്പ, ഇതുപോലെ എൻ്റെ ഹൃദയം ഒരു മാർപ്പാപ്പയെ പ്രതി തുടിച്ചിട്ടില്ല. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രതി ഈ മാർപ്പാപ്പ ജോൺ പോൾ തൻ്റെ ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന ഒരു തരം ബാഡ് ഓമൻ പോലെയുള്ള ഒരു ദുരന്ത ലക്ഷണം പോലെയുള്ള വാക്കാ. ആ മാർപ്പാപ്പ വിവാഹം കഴിക്കാൻ പോകുന്ന ദമ്പതിമാരോട് ഒരിക്കൽ പറഞ്ഞു, ഭാവിയിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരെ നോക്കി മാർപ്പാപ്പ പറഞ്ഞു, അല്ലയോ ദമ്പതിമാരെ, നിങ്ങൾക്ക് ഒട്ടി ഇരിക്കാനും കെട്ടിപ്പിടിച്ചു കിടക്കാനും സദാസമയം ലാളിച്ചു മയങ്ങാനും നീ സ്വപ്നം കണ്ടതിനപ്പുറം, നീ ഭാവന കണ്ടതിനപ്പുറം മേന്മയുള്ള ഒരു പങ്കാളിയെ കിട്ടി എന്നിരിക്കട്ടെ. അതായത് മോനെ, നീ സ്വപ്നം കണ്ട ഒരു പങ്കാളിക്കുള്ള യോഗ്യത, എൻ്റെ അച്ഛാ എനിക്ക് ഒരു ജനറൽ നേഴ്സിംഗ് ആയാലും മതി, അത്യാവശ്യം എല്ലാവരുടെയും ഇടപെടണം. നിനക്ക് കിട്ടിയതോ? അച്ഛാ എനിക്ക് കിട്ടിയത് BSc നേഴ്സിംഗ്, അയർലൻഡ് ജോലി, അവൾക്ക് 4 ഭാഷ അറിയാം. കണ്ടോ മകനെ, നീ സ്വപ്നം കണ്ടതിലപ്പുറം ഒരു പങ്കാളിയെ ദൈവം നിനക്ക് തന്നു. വെൽ ആൻഡ് ഗുഡ്, നല്ല കാര്യം, ദൈവത്തിന് സ്തുതി. മോളെ നീ സ്വപ്നം കണ്ടത് പ്രാർത്ഥിച്ച ആർക്ക് വേണ്ടിയാ? അച്ഛാ ഞാൻ പ്രതീക്ഷിച്ചത് പോളിടെക്നിക്കിലെങ്കിലും ഉള്ള ഒരു നല്ല പയ്യനെ, കുടിച്ചാലും വലിക്കല്ലേ. നിനക്ക് കിട്ടിയതോ? അച്ഛാ എനിക്ക് കിട്ടിയത് 1-ാം തരം കമ്പ്യൂട്ടർ എഞ്ചിനീയർ, വലിക്കില്ല, കുടിക്കില്ല, കർത്താവിൻ്റെ സുവിശേഷം ഗൾഫ് നാടുകളിൽ പ്രസംഗിക്കുന്നു, വളരെ ജെന്റിലായിട്ടുള്ള ചെറുപ്പക്കാരനെ. കണ്ടോ നീ സ്വപ്നം കണ്ടതിനപ്പുറം ഒരു പങ്കാളിയെ ദൈവം തന്നു. ദൈവത്തിന് സ്തുതി, നല്ല കാര്യം. അങ്ങനെയാണെങ്കിലും പോലും
അങ്ങനെയാണെങ്കിൽ പോലും നീ സ്വപ്നം കണ്ടതിനപ്പുറം ഒരു പങ്കാളിയെ കിട്ടിയാലും ഇടയ്ക്ക് പാമ്പിഴഞ്ഞു വരുന്നത് പോലെ ഒരു അകശൂന്യത, ഇന്നർ എംപ്റ്റീനെസ്, ഒരു അകശൂന്യത നിങ്ങളുടെ ചങ്കിനെ തുളയ്ക്കും. ഇതാ ജോൺ പോൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഒട്ടി ഇരിക്കാനും കെട്ടിപ്പിടിച്ച് കിടക്കാനും സദാസമയം ലാളിച്ചു മയങ്ങാനും സ്വപ്നം കണ്ടതിനപ്പുറം ഒരു പങ്കാളിയെ കിട്ടിയെന്നിരിക്കട്ടെ. എന്നാൽ പോലും ഇടയ്ക്കൊരു ശൂന്യത കയറി വരും. ഈ ശൂന്യത വരുമ്പം നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ എന്തോ അവിചാരിതമായി സംഭവിച്ചതുപോലെ ദണ്ണപ്പെടരുത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എന്തോർക്കണം? എൻ്റെ പരമപങ്കാളി ദൈവമാണ്. ആ ദൈവം മാത്രമേ എൻ്റെ ശൂന്യത നിറയ്ക്കൂ. അതിന് ദൈവം എനിക്ക് തരുന്ന ഭൂമിയിലെ കൈവഴിയാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ പ്രിയപ്പെട്ടവൻ. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറച്ച് ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പം പകരക്കാരനോട്, എൻ്റെ പങ്കാളി, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് ദൈവത്തിൻ്റെ പകരക്കാരനാണ്. ഇതൊരു പുസ്തകം പറഞ്ഞതുകൊണ്ടല്ല, ബൈബിളിൻ്റെ സാരസത്തയാണ്. അങ്ങനെയാണ് എൻ്റെ അടുത്ത ചോദ്യം. എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ പകരക്കാരിയോട് നമുക്ക് ആദ്യം വേണ്ട മനസ്സെന്താ? വികാരമാണോ, എടുത്തിയാട്ടമാണോ, കൊതിയാണോ, വൈകാരികതയാണോ, ലൈംഗിക ഇഷ്ടമാണോ? ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് എന്നെ ജീവനാണെന്നിരിക്കട്ടെ. ഷാജി അച്ഛൻ എന്ന് വെച്ചാൽ നല്ല ജീവൻ, വളരെ ഫ്രണ്ടാണ്, അച്ഛനായിട്ട് കരുതുന്നുണ്ട്, ആദരവുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷേ അച്ഛൻ അതിനേക്കാളൊക്കെ അവർ ഒരു ഇൻറ്റിമസി ഉണ്ട്, വളരെ സഹോദരനെ പോലെ ഒരു ബന്ധമുണ്ട്. വലിയ ആദരിക്കാനൊന്നും വരത്തില്ല, പക്ഷേ ഉള്ളു മുഴുവൻ ആദരവാണ്, ഭയങ്കര സ്നേഹമാണ്. എന്നിരിക്കട്ടെ, നിങ്ങളുടെ കല്യാണത്തിൻ്റെ തലേന്ന് എന്നോട് വലിയ സ്നേഹമാണ്, എപ്പോഴും ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്നൊന്നും പറയത്തൊന്നുമില്ല, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, എന്നാൽ ആദരവുണ്ട് താനും. വളരെ മുഖവര കൂടാതെ ഇടപെടുകയൊക്കെ അത്ര ഒരു ഇൻറ്റിമേറ്റ് ബ്രദർഹുഡാണ് നമുക്ക് തമ്മിലുള്ളതെന്നിരിക്കട്ടെ. അപ്പം നിങ്ങളുടെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാനൊരു കത്തുമായി എനിക്ക് പകരത്തിന് ഒരാളെ സമ്മാനവുമായി വിട്ടെന്നിരിക്കട്ടെ. സംഗതി നിങ്ങൾക്ക് എന്നോട് വലിയ സ്നേഹമാണ്, വന്നാൽ ചിലപ്പോൾ കയ്യെ കയറി തല്ലും പിടിക്കുകയും ഒരു സ്വാതന്ത്ര്യമൊക്കെ എടുക്കുക, ഷെയ്ക്കാല് പെട്ടെന്ന് ഇങ്ങോട്ട് തരും. നിങ്ങൾ പറഞ്ഞ എൻ്റെ പകരക്കാരൻ വരുവാനെടുക്കും, ചക്കര മുത്തേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുമോ? ഇല്ല, നമ്മൾ ആദരിക്കും. ഷാജി അച്ഛന് പകരം വന്നയാളാണ്, നിങ്ങളൊന്ന് വില വയ്ക്കും. വാ, കയറിയിരിക്കേ, കുളിച്ചോ, ആ ചായ എടുക്കട്ടെ, എന്തുണ്ട് വിശേഷം, ടർക്കി, മുഖം കഴുകിയിട്ട് വാ. ആദരിക്കും. പകരക്കാരനോട് ആദ്യം വേണ്ട എമോഷൻ, വൈകാരികത, ആദരവാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട് ആദ്യം വേണ്ട ഫീലിങ് റെസ്പെക്റ്റാണ്. മനഃശാസ്ത്രവും ബൈബിളും എല്ലാം ഇതൊരുപോലെ പറയുന്നുണ്ട്. പകരക്കാരനോട്, ദൈവത്തിൻ്റെ പകരക്കാരനാണ് എൻ്റെ പങ്കാളിയെങ്കിൽ എൻ്റെ ആദ്യത്തെ വൈകാരികത ആദരവായിരിക്കണം. നിങ്ങളെന്തോ പുതിയത് കേട്ട പോലെ ഞെട്ടണ്ട, ഇത് ബൈബിളിൻ്റെ സ്ട്രാറ്റജിയാണ്. ഐ ടെൽ യു, ബൈബിളിൻ്റെ സ്ട്രാറ്റജിയാണ്. സ്നേഹത്തിൻ്റെ നിമന്ത്രണങ്ങൾ ബൈബിൾ എണ്ണി പഠിപ്പിക്കുമ്പോൾ ബൈബിൾ യേശയ്യായുടെ പുസ്തകത്തിലൂടെ ദൈവപിതാവിൻ്റെ മനസ്സ് പറയുന്നുണ്ട്, സ്നേഹത്തിന് മുമ്പ് ആദരവുണ്ടെന്ന്. നിങ്ങൾക്ക് പറയാവോ ബൈബിൾ വചനം? പറയാൻ സാധ്യതയില്ല. സ്നേഹത്തിനും പ്രിയത്തിനും മുമ്പ് ആദരവുണ്ട്. ആദരവ് വന്നിരിക്കണം. എവിടെയാണ് കിടക്കുന്നത്? യെശയ്യാ പ്രവചനത്തിലൂടെ ദൈവം പറഞ്ഞു, ഇസ്രായേലേ, നീ എനിക്ക് അമൂല്യനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഇസ്രായേലിനെ നോക്കി ദൈവം പറയാ, മുത്തേ, നീ എനിക്ക് അമൂല്യനാണ്, ആൻഡ് ഹെൻസ്, അതുകൊണ്ട് നിന്നെ സൃഷ്ടിച്ച ദൈവം തന്നെ നിന്നെ ആദരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പ്രിയത്തോടെ കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? പ്രിയം വരേണ്ടത് റെസ്പെക്റ്റിൽ നിന്നാണ്, റെസ്പെക്റ്റ് വരേണ്ടത് അമൂല്യതയിൽ നിന്നാണ്. എൻ്റെ പങ്കാളി ദൈവത്തിൻ്റെ പകരക്കാരനായതുകൊണ്ട്, പകരക്കാരിയായതുകൊണ്ട് അവൻ അമൂല്യനാണ്, അവൾ അമൂല്യയാണ്, അതുകൊണ്ട് ഞാൻ അവളെ ആദരിക്കുന്നു. ആദരവിൽ നിന്ന് വരുന്ന ഒരു ഇഷ്ടമുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്കിപ്പം മനസ്സിലാകുമോ എന്നറിയില്ല. ഞങ്ങളൊക്കെ ജീവിതാനുഭവങ്ങൾ കേട്ടതിൽ നിന്നും ജീവിതത്തെ പഠിച്ചതിൽ നിന്നും അറിയാം, ആദരവിൽ നിന്നുള്ള ദാമ്പത്യം അങ്ങ് വരെ ആദ്യ ദിവസങ്ങൾ പോലെ സുഭിക്ഷവും സമൃദ്ധവുമായിരിക്കും. നിങ്ങൾ ഓർത്തിരുന്നോ, 10 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്നെ തേടി വരും. ആദരവിൽ നിന്ന് ദാമ്പത്യം ആരംഭിച്ചാൽ, ആസക്തിയിൽ നല്ലെങ്കിൽ ഈ സ്നേഹം എന്നും പൊലിച്ച് വരും. കാരണം ആദരവിൽ നിന്നുള്ള സ്നേഹം പൊലിച്ച് വരും. ഇത് ബൈബിളിൽ കിടപ്പുണ്ടോ? ബൈബിളിൽ ഈ ആദരവിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ദാമ്പത്യ ആദരവിനെക്കുറിച്ച് ഉണ്ടോ? നമുക്ക് ചിന്തിച്ച് നോക്കാം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉത്തമഗീതം വായിച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നച്ച, ഉത്തമഗീതം എങ്ങനെ വായിക്കുമല്ലേ? സമക്ഷത്തിൽ വെച്ച് എങ്ങനെ വായിക്കുമല്ലേ? നിൻ്റെ സ്ഥലങ്ങൾ, നിൻ്റെ കാലുകൾ, നിൻ്റെ മുഖം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ലൈംഗിക ചൊവ്വയുള്ളതുപോലെ പറയുന്നത് പോലെ നമുക്ക് തോന്നും. ഉത്തമഗീതം വായിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ വായിക്കണം. SMS അയക്കാനല്ല കേട്ടോ, വായിക്കണം.
വായിച്ചിട്ട് പേനയും പേപ്പറും വെച്ച് വായിക്കണം. എന്തിനാ? അവിടെ 2 ദമ്പതികളുണ്ട്, ഒരു ഭർത്താവും ഒരു ഭാര്യയും. അവരെന്നെ എടുത്തുകൊണ്ടിരിക്കുക, ചോക്ലേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. എൻ്റെ ചെറുപ്പക്കാർ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വരൻ വാ തുറന്നാൽ തൻ്റെ മണവാട്ടിയെക്കുറിച്ച് ആദരവിൻ്റെ വാക്കുകളെ പറയൂ. വരൻ എണീറ്റ് പറയുകയാണ്, എൻ്റെ കൂട്ടുകാരെ, തോഴന്മാരെ കണ്ടാലും എൻ്റെ പെണ്ണിനെ കണ്ടോ, സകലവിധ നന്മകളും പൂത്തുലയുന്ന ഒരു സുഹൃതവ്യഞ്ജന തോട്ടമാണ് എൻ്റെ പെണ്ണ്. ഉടനെ അവൾ ചാടി എണീറ്റ് പറയുകയാണ്, എൻ്റെ തൊഴിമാരെ കണ്ടാലും എൻ്റെ ചെറുക്കനെ കാണ്, എൻ്റെ മണവാളിനെ കാണ്, പാലിൽ കുളിച്ചു തൂവലൊതുക്കിയ അരിപ്രാവാണ് എൻ്റെ പ്രാണപ്രിയൻ. ഉടനെ അവൻ ചാടി എണീറ്റ് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കേട്ട് വശംബദരാകല്ലേ. അവളുടെ വിരൽത്തുമ്പിൽ നിന്നും നാർദീൻ പോലെ, കുന്തിരിക്കത്തുള്ളി പോലെ നന്മയിട്ട് വീഴുന്നു. അവളൊരു സുഗന്ധ നദിയാണ്. വായിച്ചു നോക്കുമ്പോൾ അത്ഭുതപ്പെടും. ദൈവമേ, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിൻ്റെ തേൻ ചൊരിയുന്നതിന് പകരം തമ്മിൽ തേൻ ചൊരിഞ്ഞിടും. ഭാര്യ ഭർത്തൃബന്ധമെന്നും എത്ര ശോഭിതം. ആദരവിൻ്റെ തേൻ ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും. ആ ചരിത്രമാണ് ഉത്തമഗീതം. നിങ്ങൾ എണ്ണാൻ പറഞ്ഞത്, പേന എടുക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? എത്ര തവണ വരൻ വധുവിനെ, വധു വരനെ ശ്ലാഘിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനാണ്. എന്നിട്ട് ഉത്തമഗീതം തീരാൻ സമയത്ത് എഴുത്തുകാരൻ പേന താത്ത് വെച്ചിട്ട് ഒരു കൺക്ലൂഷൻ പറഞ്ഞു. ഉത്തമഗീതം 8:6 ഈ പ്രേമം, കൃത്യ ട്രാൻസ്ലേഷൻ, തർജിമ അതാണ്. ഹെബ്രായ ബൈബിളിൻ്റെ കൃത്യമായ തർജിമ. ഇപ്പോഴത്തെ ബൈബിളിൽ പ്രേമമെന്നേ ഉള്ളൂ. ഈ പ്രേമം മരണത്തെ തോൽപ്പിക്കും. ഏത് പ്രേമമാ മരണത്തെ തോൽപ്പിക്കുന്നത്? തമ്മിൽ ആദരവിൻ സ്നേഹം ചൊരിയുന്ന, ആദരവിൻ്റെ തേൻ ചൊരിയുന്ന ദാമ്പത്യം മരണത്തെ തോൽപ്പിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കളിയാക്കി ചോദിച്ചതല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രൂശ് മരണത്തിൻ്റെ ഫലങ്ങൾ, മരണത്തെ തോൽപ്പിച്ച കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഫലം സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പങ്കാളിയോടൊപ്പം ആദരവിൻ്റെ ദാമ്പത്യം അനുഷ്ഠിക്കുമ്പം ആ മരണത്തെ തോൽപ്പിക്കുന്ന ഫലങ്ങൾ വീട്ടിലും നാട്ടിലും ഉണ്ടാകും. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ആദരവ് തെളിയിക്കേണ്ടത് ലൈംഗികതയിൽ ഈ ആദരവ് പ്രൂവ് ചെയ്യേണ്ടത് ഫേസ്ബുക്കിലൂടെ എൻ്റെ ഭർത്താവ് ടോണി മോൻ്റെ 36 ഗുണങ്ങൾ ടാഗ് ചെയ്യുന്നതിലല്ല, അല്ലെങ്കിൽ അമ്മായിമ്മയുടെ മുമ്പിൽ വെച്ച് മരുമകളെ, ഭാര്യയെ പൊക്കി പറയുന്നതല്ല. ആദരവ് തെളിയിക്കേണ്ടത്, അതൊക്കെ ഏത് പൊട്ടനും ചെയ്യും, ഏത് സാധാരണ മനുഷ്യനും ചെയ്യും. ആദരവ് തെളിയിക്കേണ്ടത് ലൈംഗികതയിലാണ്. എന്താ കാര്യമെന്നറിയാവോ? മനഃശാസ്ത്രം പറയുന്നു, കടുത്ത വിശപ്പിലും ദാഹത്തിലും ലൈംഗികതയിലും ഏതു ജീവിയും അവനവനെക്കുറിച്ച് മാത്രമേ ഓർക്കുകയുള്ളൂ. അങ്ങനെ ഏതു മനുഷ്യനും ജീവിയും അവനവനെക്കുറിച്ച് മാത്രം ഓർക്കുന്ന സമയത്ത്, അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമയത്ത്, നിൻ്റെ ഒരു ചെറിയ ചലനം പോലും, ഒരു സ്നേഹചുംബനം പോലും നിനക്ക് വേണ്ടിയല്ലാതെ അവൾക്ക് വേണ്ടിയാകുമ്പോൾ, നിനക്ക് വേണ്ടിയല്ലാതെ അവന് വേണ്ടിയാകുമ്പം, ആരും അറിയാത്ത ആ സ്വകാര്യ നിമിഷങ്ങളിൽ സ്വർഗം അതിനെ വിളിക്കുന്ന പേര് റെസ്പെക്റ്റ്, ആദരവെന്നാണ്. ഏതവനും അവനവന് വേണ്ടി ചിന്തിക്കുന്ന സമയത്ത് നിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ചെറു ചലനം പോലും നിൻ്റെ പങ്കാളിക്ക് വേണ്ടിയാകുന്നതിൻ്റെ പേരാണ് റെസ്പെക്റ്റ്. റെസ്പെക്റ്റിൽ നിന്ന്, ആദരവിൽ നിന്നുണ്ടായ കുഞ്ഞിനെ പ്രതി നിങ്ങൾക്കൊരിക്കലും ധ്യാന കേന്ദ്രങ്ങൾ കൊണ്ട് അലയേണ്ടി വരില്ല, കൗൺസിലിംഗ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടി വരില്ല. അതുകൊണ്ട് അവനെ നമുക്ക് ആ ആദരവിൽ നിന്ന് വളരുന്ന കുഞ്ഞ് അഭിഷേകത്തിൻ്റെ മുത്തായിരിക്കും. ഈ ആദരവ് ഞാൻ പഠിച്ചത് എൻ്റെ വീട്ടിൽ നിന്നാണ്. പ്രിയപ്പെട്ടവർ, എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനത് കണ്ടിട്ടുണ്ട്. എൻ്റെ വീട് ചമ്പക്കുളത്താണ്, കുട്ടനാട്ടിലാണ്. വീട്ടിൽ അപ്പനും അമ്മയ്ക്കും കൂടി ഞങ്ങളുടെ വീട്ടിൽ ആകെപ്പാടെ മക്കളായിട്ട് 12 പേരേ ഉള്ളൂ. 12 പേര്. ഞാൻ 12ാമത്തെ ആളാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാ സ്നേഹവും സമാധാനമൊക്കെ. ആകെപ്പാടെയുള്ള പ്രശ്നം, ആരെത്രാമത്തെ ആളാണെന്ന് മുന്നറിയിപ്പില്ലാതെ ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പമ്മലുണ്ടാകും. അച്ഛാ, ചേട്ടൻ കുട്ടപ്പൻ എത്രാമത്തെ ആളാന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകത്തേ ഉള്ളൂ, എണ്ണണം. അപ്പച്ചൻ, കുഞ്ഞമ്മ, കുട്ടപ്പൻ, കുഞ്ഞച്ചൻ എണ്ണി പറയണം. എൻ്റെ ചേട്ടൻ അച്ഛനുണ്ട് ചെറുപുഴയിലാണ്, മലങ്കരയിലാണ്. അവിടെ ചെന്ന് മാതാവിൻ്റെ പ്രസംഗം പറഞ്ഞപ്പോൾ ഒരാൾ, അവരമ്മച്ചി ഇങ്ങനെ തലയാട്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി പെന്തക്കൊസ്ത ചായവുള്ള അമ്മച്ചിയാണ്. എന്തോ ചോദ്യം ചോദിക്കും. ഉറപ്പായി ഞാൻ അരയും തലയും മുറുക്കി അമ്മച്ചിയുടെ ചോദ്യശരങ്ങളെ നേരിടാൻ വേണ്ടി വിയർത്ത് കുളിച്ച് ശുശ്രൂഷ ചെറിയപ്പോൾ ചെടുത്തി ഓടി വന്ന് തലയാട്ടി ഒരു ചോദ്യം, മോനെ ഷാജി അച്ഛാ, ചേട്ടൻ തോമസ് അച്ഛൻ എത്രാമത്തെ ആളാന്ന്.
ഞാൻ കഷ്ടപ്പെട്ടു പോയില്ലേ. ലോവയുടെ പോക്കറ്റ് പിന്നെ കൈയിട്ടണി അപ്പച്ചൻ കുഞ്ഞമ്മ കുട്ടപ്പൻ മക്കച്ചൻ 6ാമത്തെ ആളെന്ന് പറഞ്ഞു. അല്ലാതെ പറയാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാൻ വന്നത് ഞങ്ങളുടെ വീട്ടിൽ നടന്നൊരു കുഞ്ഞു സംഭവമാണ്. ഞാനും എൻ്റെ സഹോദരിയും ചേർന്ന് കുഞ്ഞുനാളിൽ ഈ അക്ക് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ വീർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ മധ്യവേനൽ അവധിയാണ്, മുഴുവൻ കളിയല്ലേ ഉള്ളൂ, കളിയോട് കളി. വേറെ എന്നാ ട്യൂഷനൊന്നുമില്ല. മുഴുവൻ കളിച്ച് കുളിച്ച് ഇങ്ങനെ 11:30 12 മണിയാകും. അതേ അമ്മ നല്ല ഒന്നാന്തരം ചെമ്പ് മൊന്തയ്ക്കകത്ത് ഒന്നാന്തരം നല്ല മോരുമായിട്ട് ഇങ്ങോട്ട് വരിക. എപ്പോഴാണ് സമയം? 11:30 12 മണി. നമ്മളിങ്ങനെ അകവും പുറവും വിയർത്ത് നിൽക്കുക. അമ്മച്ചി ഇങ്ങോട്ട് പിള്ളേരെ കളിയൊക്കെ ഇങ്ങോട്ട് വാടാന്ന് പറയും. സന്തോഷത്തോടെ സാഗരത്തെ തന്നത് സ്വീകരിക്കാൻ വേണ്ടി ഓടി ഇങ്ങോട്ട് വരുമ്പം എന്നെ ഇങ്ങോട്ട് ചാടിക്കുത്തി ഇങ്ങോട്ട് വന്നേ, അപ്പനെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ? എൻ്റെ മക്കളെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുക മക്കളെ എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ അപ്പനെ തിരക്കുക. അപ്പനെപ്പോഴും ജോലിയാണ്. ഒന്നീ തുമ്പ കൈ വൃത്തിയാക്കും, അല്ലെങ്കിൽ വാക്കത്തിലാകും, അല്ലെങ്കിൽ കവിടെ വെട്ടും, അല്ലെങ്കിൽ നെല്ല് ചെക്കും, അല്ലെങ്കിൽ ഉരുളി എപ്പോഴെങ്കിൽ ചളുങ്ങിയ കലം ഇങ്ങനെ റെഡിയാക്കും. അപ്പനെപ്പോഴും ജോലിയാണ്. നോക്കിപ്പോൾ തേണ്ട് അപ്പൻ്റെ ഇവിടംപഴി ഗംഗ ഒഴുകുന്നു, ഇവിടംപഴി കാവേരി ഒഴുകുന്നു. മക്കളെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. വല്ലപ്പോഴും എപ്പോഴും ഈ കളിയും മാത്രം എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ അപ്പനെ നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മച്ചി മോര് കുടിക്കുന്നു. എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല, അന്നും മനസ്സിലായിട്ടില്ല. പാവം അച്ചായം വേർക്കുന്നു, അമ്മച്ചി മാനമായിട്ട് മോര് കുടിക്കുന്നു അവിടെ നിന്നുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നിട്ട് അമ്മച്ചി ഞങ്ങളോട് പറയുകയാണ്, മക്കളെ അപ്പൻ ആദ്യം മരിച്ചു പോകാൻ പ്രാർത്ഥിക്കുന്നു. ഈ മൂദേവി തള്ളയുടെ മകനായി പോയല്ലോ എന്നോർത്ത് ഞാൻ നോക്കുമ്പം അമ്മച്ചി ബാക്കി മോരോട് അങ്ങ് കുടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പിന്നീട് മനസ്സിലായില്ല. വർഷങ്ങൾക്ക് ശേഷം ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ പോയതു തന്നെയാണ് എൻ്റെ ഭാഗ്യം. ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ഇരുന്ന് ശുശ്രൂഷ കൂടിയപ്പം ദൈവം ഈ പഴംപുരാണത്തിൻ്റെ പൊരുൾ പറഞ്ഞു തന്നു. മകനെ, എൻ്റെ പുരോഹിത ദാസ, നിൻ്റെ അമ്മ പ്രാർത്ഥിച്ചതാണ് സമർപ്പിത ദാമ്പത്യത്തിൻ്റെ പ്രാർത്ഥന, സമർപ്പിത ദാമ്പത്യത്തിൻ്റെ കുടുംബ സമർപ്പണ പ്രാർത്ഥന. അതാണ്. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കർത്താവേ, അപ്പൻ ചാകാൻ പ്രാർത്ഥിക്കുന്നതാണോ? കൊള്ളാം. അമ്മ ആ വാക്കത്തിരാകുന്നതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ തള്ളയ്ക്ക് ഭാഗ്യം, അല്ലെങ്കിൽ കിട്ടിയനെ ഭാഗ്യം. അപ്പം തന്നെ ഞാനിങ്ങനെ ഞെട്ടുമ്പോൾ ദൈവം പറഞ്ഞു തന്നു, മകനെ, അമ്മയ്ക്ക് മരിക്കാനുള്ള ഭയം കൊണ്ടല്ല, അപ്പൻ ആദ്യം മരിക്കാൻ അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ പൊരുൾ മനസ്സിലായോ? അമ്മ ആദ്യം മരിച്ചാൽ അമ്മ അപ്പന് കൊടുത്ത ആ കരുതൽ, ആ റെസ്പെക്റ്റ്, ആ ആദരവ്, ആ വില, ആ മാനം, അമ്മ അപ്പന് കൊടുത്ത ആ വലിയ വാത്സല്യവും വിലയും നിലയും കൊടുക്കാൻ, അമ്മ കൊടുത്തതുപോലെ കൊടുക്കാൻ നിങ്ങൾ 12 പേരും മക്കളുടെ മക്കളും ഞങ്ങൾ 10-48 പേരുണ്ട് ഞങ്ങളുടെ ഓർമ്മയിൽ. സംസ്ഥാന സമ്മേളനത്തിന് ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാം കൂടെ ശ്രമിച്ചാലും നടക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. അമ്മ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെയും കൂടെ ആദരവും സ്നേഹവും ഒക്കെ സ്വീകരിച്ച് അപ്പൻ സമാധാനത്തിൽ പൊയ്ക്കൊള്ളട്ടെ, അപ്പൻ സമാധാനത്തിൽ പൊയ്ക്കൊള്ളട്ടെ. ഈ ആദരവ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അമ്മ സഹിച്ചോളാം, ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പൻ്റെ മരണശേഷം ഒരു ചന്ദനത്തിരി പോലെ അമ്മ ഉരുകുന്നത്. പക്ഷെ അമ്മയ്ക്ക് മുഖത്തൊരു ഒരു സുഭകമായ ഒരു സ്വർഗീയമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആടി നിന്നൊരു പല്ലെടുത്ത് മാറ്റം പോലും പറ്റാത്ത രക്തത്തിൽ ക്യാൻസറിൻ്റെ വേദനയിൽ പിടയുമ്പോഴും അമ്മയ്ക്കൊരു ചാരുത കലർന്ന നിർവൃതി മുഖത്തുണ്ടായിരുന്നു. അപ്പൻ ആദരവിൻ്റെ നിറവിൽ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഓർക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരുതുക, ഒറ്റ കാര്യം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തീർക്കുക. ഈ ആദരവ് കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഉണ്ടെന്ന് എൻ്റെ ആത്മാവ് പറയുന്നു. ഒന്നാമതായി ആദരിക്കുമ്പോൾ ആത്മാവ് പറന്നിറങ്ങും. ഞാൻ ചുമ്മാതെ ഭാവന പറയുകയല്ല. മറിയം എലിസബത്തിനെ ആദരിച്ചപ്പോഴാണ് വിശുദ്ധ ബൈബിളിൽ ആദ്യമായി ആത്മാവ് കോൺക്രീറ്റായി നേരിട്ട് ആവസിക്കുന്ന ആദ്യത്തെ ഇൻസ്റ്റൻസ് ബൈബിളിൽ കിടക്കുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയം എലിസബത്തിനെ ആദരിച്ചപ്പോഴാണ്. ഞാനൊരു ആത്മസാക്ഷ്യം പറയുക പ്രിയപ്പെട്ടവരെ. തീർച്ചയായും കുറച്ച് പേർക്ക് എന്നെ അറിയാം. കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ മ്യൂസിക് പഠിച്ചിട്ടില്ല. എനിക്ക് സംഗീതത്തെക്കുറിച്ചൊന്നും അറിയില്ല, ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കത്തില്ല. പക്ഷേ വാ തുറന്നാൽ പാട്ട് വരും. മലയാളം ആദ്യത്തെ PDCക്ക് ശേഷം പഠിച്ചിട്ടില്ല, ഒത്തിരി പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വീമ്പ് പറയുകയല്ല, നിങ്ങൾ അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കണം. എങ്ങനെയാണ് എനിക്ക് വായിൽ 24,500 പാട്ടുകൾ പടപടപടാന്ന് പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? അഥവാ ഉണ്ടാക്കിയ പാട്ടുകൾ കേരള ജനത എങ്ങനെയാണ് കുറച്ച് സ്വീകരിച്ചത്? നമുക്കുണ്ടാക്കി ഞെക്കിപ്പിടിപ്പിച്ച് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതൊരു അഭിഷേകമാണ്, കഴിവല്ല, എനിക്ക് ഞെളിയാനുള്ളതല്ല. അഭിഷേകം, അനോയിൻറ്റിങ്, അഭിഷേകം പരിശുദ്ധാത്മാവ് തരുന്നതാണ്. എങ്ങനെ കിട്ടിയെന്ന് പ്രാർത്ഥനയോടെ ചിന്തിക്കുമ്പം ആത്മാവ് പറഞ്ഞു തരുന്നു, എൻ്റെ അമ്മ അപ്പനെ ആദരിച്ചപ്പോൾ, മാനിച്ചപ്പോൾ, വില വെച്ചപ്പോൾ, ഒരു വിധത്തിലും മറ്റൊരു വ്യവസ്ഥയ്ക്കും പോകാതെ അമ്മ അപ്പനെ വിലമതിച്ചപ്പോൾ അവസാനത്തെ പ്രജയിൽ
ഉദരത്തിൽ ദൈവം കരുണ കൊണ്ടിട്ട് തന്ന അനോയിൻറ്റിങ്ങിൻ്റെ ബാക്കി പത്രമാണ് പാട്ടായിട്ടും ശുശ്രൂഷയിലെ അഭിഷേകവുമായിട്ട് വന്നത്. എനിക്കതിൽ ഞെളിയാനൊന്നുമില്ല. സഹോദര, നീ നിൻ്റെ ഭാര്യയെ ആദരിക്കുമ്പോൾ, സഹോദരി മകളെ, നീ പൂർണ്ണമായും നിൻ്റെ ഭർത്താവിനെ ആദരിക്കുമ്പം പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. ഉത്തമഗീതത്തിൻ്റെ ദമ്പതികളായി നിങ്ങൾ മാറും. മരണം വീട്ടിൽ നിന്നും, മഹാരോഗം വീട്ടിൽ നിന്നും, പരിസരങ്ങളിൽ നിന്നുമൊക്കെ പടിയിറങ്ങും. അക്ഷരാർത്ഥത്തിൽ നിങ്ങളിത് വിശ്വസിക്കണം. അപ്പോൾ സ്നേഹിച്ചും ലാളിച്ചും ചേരുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ കെട്ടിപ്പിടിച്ചാലും മുത്തിപ്പിടിച്ചാലും ഒന്നും അവൾക്ക് പോരാ, അവന് പോരാ. പരമപങ്കാളി ദൈവമാണ്. അപ്പോൾ എന്ത് പറ്റും? കുടുംബ പ്രാർത്ഥന വീട്ടിലേക്ക് പെയ്തിറങ്ങും. അവളും അവനും, നീയും അവനും, അവളും നീയും ചേർന്ന് ദൈവത്തെ, പരമപങ്കാളിയെ, പ്രാണൻ്റെ പങ്കാളിയെ ആരാധിക്കാൻ തുടങ്ങും. ആരെയും പറഞ്ഞു തരേണ്ടതില്ല. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഏദനിൽ ദൈവത്തിൻ പങ്കാളിയായി മനുജനെ സൃഷ്ടിച്ച നാഥ, നീ എൻ്റെ ജീവിത സഖിയാകുവോളം തികയില്ലൻ അന്തരംഗം, തീരില്ലൻ ആത്മദാഹം. നീയാണെൻ്റെ പരമപങ്കാളി. എൻ്റെ പങ്കാളിയോ നിൻ്റെ പകരക്കാരി. പകരക്കാരനോട് ഞാൻ ആദ്യം കാട്ടേണ്ട വികാരം ആദരവല്ലോ. ആദരവിൽ പരിശുദ്ധ റൂഹ പറന്നിറങ്ങുമല്ലോ. അപ്പോൾ കുടുംബം സ്വർഗമാകുമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. ആമേൻ. വിശുദ്ധീകരിക്ക